അതിന് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിവിധ സബ് ഗ്രൂപ്പുകൾ, അങ്ങനെ പല കമ്മിറ്റിയും നമ്മുടെ തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ധനകാര്യ കമ്മീഷനാണ് 5 വർഷക്കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട ഇന്ത്യയിലാകെ പിരിച്ചെടുക്കുന്ന നികുതിയുടെ എത്ര ശതമാനം കൊടുക്കണം, ഓരോ സംസ്ഥാനത്തും എത്ര കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഈ ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരും. കേരളത്തിൽ വിസിറ്റ് ചെയ്തവർ വന്നിട്ടില്ല. അതിൻ്റെ സമയം ഏകദേശം ഡിസംബർ ആയിരിക്കും. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ വിസിറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകത്തിൽ അവരുടെ വിസിറ്റ് കഴിഞ്ഞു, തെലങ്കാനയിൽ അവരുടെ വിസിറ്റ് കഴിഞ്ഞു, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിസിറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ വിസിറ്റ് നടന്ന് നമ്മുടെ ഈ സംസ്ഥാനം കൊടുക്കുന്ന മെമ്മോറാണ്ടം കൂടി പഠിച്ച് ഇന്ത്യയിലെ ആകെ സ്ഥിതി നോക്കിയിട്ട് ഭരണഘടനാപരമായിട്ട് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം നിശ്ചയിക്കേണ്ട കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ. ഈ കമ്മീഷന്റെ പ്രത്യേകതയും പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. നമുക്ക് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് നമുക്ക് 3.8% അടുത്തായിരുന്നു. ആകെ ഇന്ത്യയിൽ 100 രൂപ താഴോട്ട് കൊടുക്കും 3.8 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് അത് 1.92 ആയി, നേരെ പകുതിയായി. നേരെ പകുതി എന്ന് പറയുമ്പോൾ 1.92 ഏകദേശം ഓരോ വർഷം വ്യത്യാസം വരും. ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് 24,000 കോടിയാണ്. അപ്പോൾ 10ാം ധനകാര്യ കമ്മീഷന്റെ കണക്കനുസരിച്ചായിരുന്നു തരുന്നെങ്കിൽ 48,000 കോടി തരേണ്ടിടത്ത് കേരളത്തിന് കിട്ടുന്നത് 24,000 കോടിയാണ്. ഞാൻ ശരാശരി പറഞ്ഞത്. എന്നാൽ ഇന്ത്യയിൽ നേരത്തെ നമുക്കൊപ്പം കിട്ടിയിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, കണക്കുകൾ ഉള്ളതാണ്. ഉദാഹരണത്തിന് ജാർഖണ്ഡോ ആസാമോ ഇങ്ങനെ തത്തുല്യമായി, ഒറീസ നമുക്ക് തത്തുല്യമായി കിട്ടിക്കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് ആ കുറവ് വന്നിട്ടില്ല. ഓരോ വ്യത്യാസമുണ്ട് അവരുടെ മാനദണ്ഡങ്ങളിൽ. അന്ന് കിട്ടുന്ന മിക്കവാറും സംസ്ഥാനങ്ങൾക്ക് തുക കിട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും കുറേ വികസനം വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ വരുമാനത്തിൽ വലിയ കുറവ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ വരുന്ന കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്കും എല്ലാ സ്ഥലത്തും നമ്മൾ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളും ഉത്തരേന്ത്യയിൽ നിന്ന് പഞ്ചാബുമാണ് ഇതിനകത്ത് വരുന്നത്. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ പൊതുവായ ഒരു അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നു. അപ്പം നമുക്ക് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ ഇത് സംബന്ധിച്ച് നമ്മുടെ പഠനവും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കോൺക്ലേവ്, ധനകാര്യമന്ത്രിമാരുടെ ഈ കോൺക്ലേവ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം ഫിസ്ക്കൽ ഫെഡറലിസം സംബന്ധിച്ചൊരു കോൺക്ലേവ് എന്ന് പറയാം. അതിനകത്ത് 16ാം ധനകാര്യ കമ്മീഷനാണ് പ്രധാനപ്പെട്ട വിഷയം. ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളുടെ വരുമാനവും അവരുടെ ഭരണവും പൊതുവിലുള്ള ധനപരമായും അല്ലാതെയുള്ള ഭരണപരമായ കാര്യങ്ങൾക്ക് കൃത്യമായ കേന്ദ്ര സാമ്പത്തിക ബന്ധങ്ങളും കേന്ദ്ര സാമ്പത്തിക ബന്ധങ്ങളിൽ കേന്ദ്ര സാമ്പത്തിക ധനകാര്യ ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തരുന്ന നോട്ടിനകത്ത് ഇതിന്റെ വിശദമായ കാര്യങ്ങളുണ്ട്. 12ാം തീയതി നമ്മൾ വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ 2 സെഷനായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. രാവിലെ ഈ വളരെ വിശിഷ്ടാതിഥികളായിട്ടുള്ള മന്ത്രിമാരും എല്ലാം സംസാരിക്കുന്ന യോഗം കഴിഞ്ഞ് വളരെ സീനിയർ ആയിട്ടുള്ള ധനകാര്യ വിദഗ്ധന്മാർ, ഗവൺമെന്റ് ധനകാര്യ സെക്രട്ടറിമാർ വരുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ധനകാര്യ സെക്രട്ടറിമാരും ധനകാര്യ വിദഗ്ധന്മാരും അടങ്ങുന്ന ഒരു കോൺക്ലേവ് ഉണ്ടാവും. ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ അഭിപ്രായം കേട്ടുകൊണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനത്തിനകത്തുള്ള അനുഭവങ്ങൾ നമുക്ക് അറിയാം. ഇതിനകത്ത് പങ്കെടുക്കുന്ന ഇന്ത്യയിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടീം ആയിട്ടുള്ള ധനകാര്യ ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ പൊതുവിൽ വന്നേക്കുന്ന കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിൽ ആകെ ശേഖരിക്കുന്ന നികുതിയുടെ 62.4% നികുതിയിൽ 63% കേന്ദ്ര ഗവൺമെന്റിനാണ് കിട്ടുന്നത്. സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ സംസ്ഥാനവും എടുത്താൽ 37.3% സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ സംസ്ഥാനങ്ങളാണ് 62.4%. 62.4% ജനങ്ങൾക്ക് ആവശ്യമുള്ള, രാജ്യത്തിന് ആവശ്യമുള്ള ചെലവ് വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. അവിടെയാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ധനകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഈ മീറ്റിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം, ആകെ ഇന്ത്യ ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം, സംസ്ഥാനത്തു നിന്നാണ് വരുമാനം. ആ വരുമാനത്തിൽ അതിൻ്റെ ഒരു മേജർ ഭാഗം കേന്ദ്രം ചെലവാക്കാൻ എടുക്കും, ആയിക്കോട്ടെ, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് 41% ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അനുസരിച്ച് താഴോട്ട് കൊടുക്കുന്നത്. ആകെ 100 രൂപ കിട്ടുന്നത് 41 കൊടുക്കുന്നുള്ളൂ. ആ 41 രൂപയിൽ നിന്ന്
കിട്ടുന്ന പെർസെൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ 1.92. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പൊ പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആകെയുള്ള വരുമാനത്തിന്റെ 41% താഴോട്ട് കൊടുക്കണം എന്നാണ് കണക്ക്. പക്ഷേ ഇതിനകത്ത് കണക്ക് കൂട്ടാത്ത വേറെ ചില വരുമാനമുണ്ട്. ഉദാഹരണത്തിന് പെട്രോളിയം സെസ് അവർ പിരിക്കുന്നുണ്ട്, വലിയ തുകയാണ്. മറ്റു ചില സെസ്സുകൾ പിരിക്കുന്നുണ്ട്. സെസ്സുകളൊന്നും സർചാർജും സെസ്സും ഈ ഡിവിസൂൾ പൂളി വരില്ല, വിതരണം ചെയ്യേണ്ട പണത്തിൽ വരത്തില്ല. ആ പണം കൂടെ ചേർന്നാൽ ഇതിനേക്കാളും എത്രയോ അധികം കിട്ടുമായിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ ആകെയുള്ള വരുമാനത്തിന്റെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 29.6% 41%, ആകെയുള്ള വരുമാനത്തിന്റെ 41% താഴോട്ട് തരുന്നതെന്നാണ് കണക്ക്. യഥാർത്ഥത്തിൽ അത് 29.6% ഉള്ളൂ. കാരണം എന്താ? ഈ 5-8 ലക്ഷം കോടി രൂപ സെസ്സായിട്ട് പിരിക്കുന്നത് ഇതിനകത്ത് ഇടില്ല. കാരണം സർചാർജും സെസ്സും ഡിവിസിബിൾ പൂളി വരില്ലെന്നാണ് നിയമം. അത് ഒരു പ്രൊവിഷൻ അനുസരിച്ചിട്ട് അങ്ങനെ വരിക. നേരത്തെ UPA ഗവൺമെന്റ് ആയിരുന്ന സമയത്ത്, നേരത്തെയുള്ള ഗവൺമെന്റുകളുടെ കാലത്തും സെസ് ഉണ്ട്. അന്ന് 9.4% ആകെ സെസ്സായിട്ട് പിരിക്കുന്നത്. ഇപ്പൊ അത് 22.8 എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ആകെയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ 22.8% എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ്. അത് സെസ് സർചാർജായിട്ട് പിരിക്കും. അത് സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പിരിക്കുന്നതാണ്. അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കില്ല. ഇങ്ങനെ ഉള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ധനകമ്മീഷന്റെ ഈ വരുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. അതിനകത്ത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്. സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിമാര്, അതുപോലെ തന്നെ സെക്രട്ടറിമാര്, നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ അറിയാവുന്ന എക്കണോമിസ്റ്റുകൾ, അതിനകത്ത് നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ തന്നെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യൻ അടക്കം വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഈ BJP ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന് അതിന്റെ അഡ്വൈസർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഗവൺമെന്റുമായിട്ടുള്ള നയങ്ങളും അഭിപ്രായ വ്യത്യാസം കാരണം ഇപ്പൊ എന്തായാലും അഡ്വൈസർ അല്ല. ശ്രീ അരവിന്ദ് സുബ്രഹ്മണ്യൻ വളരെ പ്രശസ്തനാണ്. അപ്പൊ ഇതേപോലുള്ള ലിസ്റ്റിനകത്തുണ്ട്. ഇവരുൾപ്പെടെ പങ്കെടുക്കുന്നത്, ഇതുപോലുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. രാജ്യത്ത് 16ാം ധനകാര്യ കമ്മീഷനും ഫിസ്ക്കൽ ഫെഡറലിസവും സ്റ്റേറ്റുകളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസും സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ആദ്യത്തെ ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു കോൺക്ലേവാണ്, ചർച്ചയാണ്, യോഗമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് വളരെ വലിയൊരു തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പോസിറ്റീവായി മാറ്റുന്നതിന്, ആരോഗ്യപരമായി മാറ്റുന്നതിന് സഹായിക്കുന്ന ഒന്നായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും പിന്തുണയും വേണം. ഇത് വളരെ പെട്ടെന്നാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രിപ്പറേഷൻ ഞങ്ങൾ തുടങ്ങിയിരുന്നു കുറേ മുമ്പ് തന്നെ. ഇപ്പോൾ ഇതിലേക്ക് കേരളത്തിൽ തന്നെ നമുക്ക് നേരത്തെ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് കാലാവസ്ഥയുടെ ഒക്കെ പ്രശ്നമൊക്കെ നേരത്തെ വന്നിരുന്നു. പിന്നെ എല്ലാവരുടെയും കൂടെ സമയം കിട്ടി. ഇപ്പം നമുക്ക് ഓണത്തിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാവരും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് നേരത്തെ തുടങ്ങിയിരുന്നു. പങ്കെടുക്കാനുള്ള ആളുകളുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്ന് പറയാനാണ്. ഈ നോട്ട് ഡീറ്റെയിൽസ് ഇതുള്ളത് നോട്ട് കുറിപ്പ് തരാം. എല്ലാ സംസ്ഥാനങ്ങളെയും ബന്ധപ്പെട്ട് വിളിക്കുക പ്രായോഗികമല്ല. പിന്നെ ഇക്കാര്യത്തിനകത്ത് ഇത്തരം പല സ്ഥലങ്ങളിൽ നിന്നും ഈ സവിശേഷമായ പ്രശ്നങ്ങളുണ്ട് സ്റ്റേറ്റിന്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് കേരളത്തിന് എന്തുകൊണ്ടാണ് കിട്ടുന്ന 3.8 നിന്ന് 1.9 കുറഞ്ഞേ? കേരളത്തിന്റെ ക്രൈറ്റീരിയ വരുമ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് തടസ്സമായിട്ട് വരുന്നത്. നമുക്ക് അവർ നോക്കുമ്പം കേരളത്തിന്റെ ആളോഹരി വരുമാനം കൂടി, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളും ആശുപത്രിയും എല്ലാം മെച്ചപ്പെട്ടു, എല്ലായിടത്തും ശുചിമുറിയുണ്ട്, ബാക്കി സൗകര്യമുണ്ട്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഡെവലപ്പ് ചെയ്തു, നിങ്ങൾക്ക് അതുകൊണ്ട് ഇത്തരം തരണ്ട. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലല്ല. സംസ്ഥാനങ്ങൾക്കെല്ലാം നല്ല പിന്തുണ കൊടുക്കണം എന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു വിയോജിപ്പില്ല. പക്ഷെ നമ്മളിപ്പോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര നമ്മൾ കേരളത്തിൽ നിന്നുണ്ടാവുന്ന പണത്തിന്റെ നമുക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. അതിനകത്ത് വേറൊരു കണക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ റിസർവ് ബാങ്കിന്റെ ഒരു കണക്ക് നേരത്തെ കേരളത്തിൽ അവതരിപ്പിച്ചത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ചെലവാക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എത്ര ശതമാനമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം? കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന നികുതിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ശരാശരി 46-47% സംസ്ഥാനങ്ങളുടെ ആ കണക്കെടുത്താൽ ആകെ റവന്യൂ ചെലവിന്റെ 46-47% കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതമാണ്. കേരളത്തിൽ അത് എത്രയാണെന്നറിയോ? 29 താഴെയാ. അതിന്റെ കണക്കുകൾ പിന്നെ എനിക്കൊന്ന് അതിലും താഴെയാണ്. ഈ ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ നമ്മൾ ആകെ ചെലവാക്കുന്നതിൽ വളരെ ചെറിയ ശതമാനമേ
തരുന്നുള്ളൂ. ഏറ്റവും കുറവ് കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് നമ്മൾ ചിലവാക്കുന്നതിനകത്ത്, ആകെ ചിലവാക്കുന്നത് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഇങ്ങനെ ധാരാളം കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു വിവേചനം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ആ വിവേചനം നമുക്കുണ്ട്. ഇതുപോലെ തന്നെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പലവിധ പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ കാലാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ വനവൽക്കരണം, വനത്തിൻ്റെ സാഹചര്യം, ധാരാളം ക്രൈറ്റീരിയകളുണ്ട്. ജനസംഖ്യയുടെ അനുപാതം, പൊതുവിലുള്ള ജീവിത നിലവാരം, ധാരാളം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ധനകാര്യ കമ്മീഷൻ വളരെ 2 വർഷത്തോളം എടുത്ത് പഠിച്ചിട്ടാണ് ഒരുത്തരം ഒരു കാര്യം തയ്യാറാക്കുന്നത്. ആ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിവിധ ഗ്രൂപ്പുകൾ, പഠന ഗ്രൂപ്പുകൾ കാര്യം വർക്ക് ചെയ്യുകയാണ്, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സഹായകരമായിട്ട് ഇത് മാറും. കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത 5 വർഷക്കാലത്തെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ധനകാര്യ കമ്മീഷനുമായിട്ടുള്ള ചർച്ചയും അതിൻ്റെ കാര്യങ്ങളും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അത് വിളിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു നേരത്തെ ഇങ്ങനെ വിളിക്കുമ്പം ദക്ഷിണ സംസ്ഥാനങ്ങളായിരുന്നു. പക്ഷെ പഞ്ചാബും തത്തുല്യം, ഈ ഒരു പ്രദേശം മാത്രമല്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കാനാ. പഞ്ചാബിനും ഈ തത്തുല്യമായ പ്രശ്നങ്ങളുണ്ട്. പഞ്ചാബും ഇതേപോലെ പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പഞ്ചാബിന്റെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, കാർഷിക മേഖല അവർക്ക് വലിയ പ്രാധാന്യമുള്ളൊരു മേഖലയാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് നമ്മളെക്കാളും വലിയ കാർഷിക മേഖലയാണ്. പക്ഷെ പ്രവാസികളുടെ കാര്യത്തിൽ കേരളവും അവരും തമ്മിൽ നല്ല കമ്പാരിസൺ ഉണ്ട്. ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മുടെ ഗ്രാമങ്ങളെ പോലെ തന്നെ പഞ്ചാബിന്റെ ഗ്രാമങ്ങളും മിക്കവാറും വീടുകളിൽ നിന്നൊരു പ്രവാസിയുള്ള തരത്തിലേക്കുള്ള ഫോറിൻ മണി, അതിന്റെ ജീവിത സാഹചര്യം, അവരുടെ ചെലവുകൾ, അവർക്ക് കിട്ടേണ്ട സാമ്പത്തികമായി കിട്ടാത്തതിന്റെ പെർസെൻറ്റേജ് കുറവിന്റെ പ്രശ്നം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവം വരും. എല്ലാ സ്ഥലത്തും നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഇത് അങ്ങനൊരു പാൻ ഇന്ത്യൻ സ്വഭാവം, നോർത്ത് ഇന്ത്യയിലെ ഒരു എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പീരിയൻസും, അങ്ങനെ ഒരു സഹായം കിട്ടും എന്ന നിലയിലാണ് വിളിച്ചത്. പിന്നെ ഇത്തരം ഒരു നിലപാടിനകത്ത് സ്വാഭാവികമായും ഈ നിലപാടിനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്റ്റേറ്റുകൾക്ക് അവർ പറയാനും കാണുമല്ലോ. എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല എല്ലാ സ്റ്റേറ്റും. അത് രണ്ടും രണ്ടാണ്. പക്ഷെ സുപ്രീം കോടതി നമ്മൾ വളരെ വലിയൊരു ലീഗൽ പ്രശ്നമാണ് ഉന്നയിച്ചത്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ്. അതവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കർണാടക കോടതി പോയിരുന്നു, മറ്റു ചില സംസ്ഥാനങ്ങൾ കോടതി പോയിരുന്നു, അവരുടെ ചില ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് പഞ്ചാബ് അതിനുവേണ്ടി ചില ശ്രമിച്ചു, ജാർഖണ്ഡ് ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് കേട്ടു. അങ്ങനെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊരു തലവേദന ഉണ്ടാക്കും കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളതുകൊണ്ട് അവർക്ക് വിഷമം കാണും. പക്ഷെ അതൊരു ജെനുവിനായ കാര്യമാണ്. ആ കാര്യം ഇതുമായിട്ട് ക്ലബ് ചെയ്തല്ല. ഇത് ഇപ്പോൾ ഒരു ധനകാര്യ കമ്മീഷന്റെ ചർച്ചകൾ എല്ലാ സ്റ്റേറ്റിലും നടക്കുകയാണ്. ഇത് രണ്ടും